നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ട് സന്തോഷിക്കുന്ന നമ്മുടെ ജിഹാദികൾ, ആ ജിഹാദികളോടാവാം രണ്ട് വാക്ക്. അതിനുശേഷം നമ്മൾക്ക് കുറെ തുറന്നു പറച്ചിലുകൾ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാമെന്ന് തന്നെ വെച്ചത്. മറ്റൊന്നുമല്ല, നമ്മുടെ ജിഹാദികളെ നിങ്ങൾ കരുതുന്ന പോലെ VK ബൈജു എന്ന് പറയുന്ന ഞാൻ, ഈ ചണ്ടീബ് വാരിയർ ഉണ്ടല്ലോ, ആ തന്തയും തള്ളയും മറന്നുകൊണ്ട് തന്റെ ജന്മം വല്ല മദ്രസ പൊട്ടന്മാർക്കും ഉണ്ടായതാണോ എന്ന് നാട്ടുകാരെ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മറുകൊണ്ടൻ ചാടി നടക്കുന്ന വാര്യർമാരുടെ രക്തത്തിൽ ജനുസിൽപ്പെട്ടതല്ല. അത് വാര്യർ എന്ന് പോലും വിളിക്കാൻ പാടില്ല. കാരണം വാര്യർ എന്ന് പറയുന്ന ആ സമുദായത്തേക്ക് എത്ര ബഹുമാനത്തോടെയും എത്ര ആദരവോടെയും എത്ര ദേശസ്നേഹികളുമാണ് അവർ എന്ന് നമ്മൾക്കറിയാം. അവർക്ക് പോലും അപമാനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ആ വൃത്തികെട്ട ജന്തുവിനെ പോലെ നിന്റെയൊക്കെ കാല് പിടിക്കാൻ അവന്റെ പോലത്തെ തന്തയല്ല എന്റെ തന്ത എന്നുള്ളത് മാത്രം ഈ തമ്പനയിൽ, ഈ വീഡിയോയുടെ തമ്പനയിൽ, ഈ വിഷയത്തിലെ ടൈറ്റിൽ, അതുമായി ബന്ധപ്പെട്ട് സുഖിച്ചു വന്ന നമ്മുടെ ജിഹാദികളോട് ആദ്യം പറയട്ടെ. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മൾക്കറിയാം, ഒരു ഹിന്ദുവായിട്ടുള്ള അതല്ലെങ്കിൽ ഹൈന്ദവ ആശയങ്ങൾ നമ്മുടെ മാതൃ സംഘടനയായിട്ടുള്ള RSS ആയിക്കോട്ടെ, അതിന്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള BJP ആയിക്കോട്ടെ, ഇതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ഒരു മാധ്യമം നടത്തുക, ഒരു ചാനൽ നടത്തുക, അതല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ നടത്തുക, അതും പച്ചയ്ക്ക് നഗ്ന സത്യങ്ങൾ അതേ കടുത്ത ഭാഷയിൽ തന്നെ പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട ഒരാളെ കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് മാത്രം നടത്തുന്ന ഒരു ചാനലാണിത്. ഇത് പ്രൊഫഷണൽ ചാനൽ അല്ല. എന്റെ അഭിപ്രായങ്ങളും എന്റെ ആശയങ്ങളും എന്റെ ആ ഒരു പ്രതികരണങ്ങളും അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വേദി എന്നുള്ള രീതിയിലാണ് 2019 ഡിസംബറിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. അന്ന് സത്യത്തിൽ എനിക്ക് വീഡിയോ പ്രസന്റ് ചെയ്യാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഏറ്റവും അടുത്ത അന്ന് സുഹൃത്തുക്കളായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന രഞ്ജിത്ത് എബ്രഹാം തോമസ്, അതുപോലെ ജെസിൻ കെ എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളുണ്ട്. അതിൽ രഞ്ജിത്ത് എബ്രഹാം തോമസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു മേഖലയിൽ നിന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ആ കൂട്ടുകെട്ടിൽ നിന്ന് മാറിപ്പോയത്, തെന്നിപ്പോയത്. അദ്ദേഹത്തിന്റെ ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇന്നും അകന്നു നിൽക്കുന്ന രീതിയിലാണ് രഞ്ജിത്ത് എബ്രഹാം തോമസ്. അപ്പോ എല്ലാവർക്കും അറിയാം, രഞ്ജിത്ത് എബ്രഹാം തോമസിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ 2019 ഓഗസ്റ്റ് 19 നമ്മൾ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ചാണക്യ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മൾ ആരംഭിക്കുന്നു. അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മുരളിയേട്ടൻ, അദ്ദേഹമായിരുന്നു നമ്മുടെ ചാനലിന്റെ ഉദ്ഘാടകനായി വന്നിരുന്നത്. അങ്ങനെ ഗംഭീരമായി നമ്മൾ ആരംഭിച്ച ആ ചാനൽ, അത് സാമ്പത്തികമായിട്ട് നമ്മൾക്ക് വളരെ മോശം അവസ്ഥയിൽ നിന്നുള്ള 3 പേർ തന്നെയായിരുന്നു ഞങ്ങൾ. ഒന്ന് ഞാനായിരുന്നു, ഒന്ന് ഈ ജെസിൻ കെ എന്ന് പറയുന്ന കാസർഗോഡുകാരനായിട്ടുള്ള പയ്യനാണ്, മറ്റൊന്നാണ് ഈ രഞ്ജിത്ത് എബ്രഹാം തോമസ്. അപ്പൊ രഞ്ജിത്ത് എബ്രഹാം തോമസിന്റെ ആവശ്യപ്രകാരം കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ തിരുവല്ല സ്റ്റുഡിയോ ആരംഭിച്ചത്. പിന്നീട് നമുക്ക് സാമ്പത്തിക ബാധ്യതകളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ആദ്യം തന്നെ ഡ്രോപ്പായി. പിന്നെ രഞ്ജിത്ത് എബ്രഹാമും ഈ ജെസിനും പിന്നീട് കുറച്ചുകൂടെ കൊണ്ടുപോയി. പിന്നെ ജെസിനും ഡ്രോപ്പായി. അവസാനം രഞ്ജിത്ത് എബ്രഹാം തോമസ് അത് നമോ TV എന്ന രീതിയിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു തിരുവല്ല ന്യൂസോ അങ്ങനെ എന്തോ ചെറിയ ഒരു മേഖലയിലേക്ക് മാറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ചെറിയ വട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ചാനൽ മേഖലയിൽ അദ്ദേഹമുണ്ട്. അങ്ങനെയാണ് ആ ചാണക്യ ന്യൂസിന്റെ ഒരു കഥ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം സ്വന്തമായി തുടങ്ങിയ ഒരു ചാനലാണ് ഈ ന്യൂസ് കഫേ ലൈവ് എന്നുള്ളത്. അന്ന് എനിക്ക് യൂട്യൂബിനെ കുറിച്ചോ അതല്ലെങ്കിൽ വീഡിയോ പ്രസന്റേഷൻ ഒരു വിവരവും ഇല്ലാതിരിക്കുന്ന സമയം തന്നെയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് 1 മണിക്കൂറോ അതല്ലെങ്കിൽ 2 മണിക്കൂറോ എനിക്ക് സംസാരിക്കാനോ എഴുതാനോ കഴിയുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങുന്നത്. ഈ ചാനൽ ഇന്ന് 5,18,000 പേരിലേക്ക് എത്തി നിൽക്കുന്നത്, 17,000 സംതിങ്ങിലേക്ക് എത്തി നിൽക്കുന്നതും അതൊരു വലിയ വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ചാനൽ ആരംഭിക്കുന്നു, യാതൊരു പ്രൊഫഷണൽ ടച്ചോ അതല്ലെങ്കിൽ മേഖലയോ പരിചയമില്ലാത്ത മേഖലയിൽ കടന്നു വന്നിട്ടും എനിക്ക് ഇതിൽ 5 ലക്ഷത്തിലധികം വരുന്ന പ്രേക്ഷകരെ നമ്മുടെ ചാനലിൽ വരിക്കാരായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹാനേട്ടം തന്നെയാണ്. ഈ ചാനൽ മേഖലയിലേക്ക് വന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക്, വളരെ വിരളമായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഹിന്ദുത്വ ആശയങ്ങളായിക്കോട്ടെ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ ആര് വിരളിയെടുത്താലും അവനെ അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകൾ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ തന്നെയുള്ളൂ. അത് ഒന്നെടുക്കുകയാണെങ്കിൽ നമ്മുടെ കാളി മീഡിയയിലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട DCP ഉണ്ണി എന്ന് പറയുന്ന ധനരൂപ്, അവനുണ്ട്. എന്റെ നാട്ടുകാരൻ തന്നെയാണ്. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം
6-7 കിലോമീറ്റർ മാത്രം ദൂരത്താണ് പുള്ളിയുടെ വീട്. പിന്നെ ഞാനുണ്ട്, പിന്നെ നമ്മുടെ ജാമിദ ടീച്ചറൊക്കെ പിന്നെ എക്സ് മുസ്ലിം എന്ന വിഭാഗത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. അത്തരത്തിൽ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ, നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന നാട്ടിനെ ഇസ്ലാമിക ഭീകരതയ്ക്ക് തീരെഴുതി കൊടുത്തതിനെതിരെ, ഈ നാട് കട്ടുമുടിക്കുന്ന ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർക്കെതിരെ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട, പ്രതിഷേധിക്കേണ്ട, ഏത് രീതിയിൽ പ്രതിഷേധിക്കണം ആ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന രീതിയിൽ നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മാന്യ പ്രേക്ഷകർ ചെറുതായിട്ടെങ്കിലും ഒന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും ഈ വീഡിയോ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. കുറച്ച് തുറന്നു പറച്ചിലുകളാണ്. കാരണം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ജാമിദ ടീച്ചറുടെയൊക്കെ ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ആയിട്ട് എനിക്ക് ചെറിയൊരു തുക പണം അത്യാവശ്യമായി വന്നു, ആശുപത്രി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടത് കണ്ടപ്പോഴാണ് ടീച്ചർ ഈ കാര്യം അറിഞ്ഞപ്പോൾ ടീച്ചർ അത് ഞാനും ഇടാടാ, എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചറും അത് ഇടുന്നത്. അതിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടും സഹായിക്കാൻ കഴിയുന്ന ആളുകളുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അത്. നോക്കൂ, അതിലൊരു അഭിമാനക്കുറവ് ഞാനൊന്നും വിചാരിക്കുന്നില്ല. കാരണം ഈ ചാനൽ മേഖലയിലേക്ക് വന്നത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള നഷ്ടം എന്തെന്ന് പറഞ്ഞു കേട്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനാവും അത്. അപ്പോൾ ചിലർക്കൊക്കെ ചോദ്യം വരുമായിരിക്കും, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വേറെ എന്തൊക്കെ പണിയുണ്ട്, അധ്വാനിച്ച് തിന്നടോ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ചോദ്യങ്ങളും അതല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്ന വാക്കുകളും ഒക്കെ ഉണ്ടായിരിക്കാം. അതിനൊക്കെ മറുപടിയുണ്ട്. കാരണം ആരെങ്കിലും ഇതൊക്കെ വിളിച്ച് പറയേണ്ടതുണ്ട്. ആ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ തീക്ഷ്ണമായിട്ടുള്ള വാക്കുകൾ, കടുകട്ടിയായിട്ടുള്ള പ്രയോഗങ്ങൾ, അത് അസഭ്യമാണെങ്കിൽ അങ്ങനെ പോലും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം ഈ കാലത്ത് ഒരു കവിളത്ത് കിട്ടിയാൽ മറു കവിൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഹിന്ദു മാറിയത് കൊണ്ട് തന്നെയാണ് ഹിന്ദുവിന് എന്നും എല്ലാവർക്കും എപ്പോഴും കൊട്ടാനുള്ള ചെണ്ട എന്ന രീതിയിലേക്ക് ഹിന്ദു മാറിയത്. അപ്പോൾ ഹിന്ദുവിന്റെ ആ ഒരു ധീരത, ആ ഒരു തീക്ഷ്ണത വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങോട്ടൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ, അതിന് കേസുകളായിക്കൊണ്ടും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വിലക്കിക്കൊണ്ടായാലും നാട്ടിൽ നിന്ന് നമ്മൾക്കുള്ള ശത്രുക്കളും ചുറ്റുവട്ടത്തുള്ള ശത്രുക്കളും എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മൾക്ക് ചിലപ്പോൾ 1 രൂപ നമ്മൾക്ക് സഹായം ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം, നമ്മളെ കയ്യിൽ കിട്ടിയാൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേക്കാം എന്നും പറഞ്ഞ് നടക്കുന്ന, അത് മനസ്സിൽ മാത്രം പറഞ്ഞു നടക്കുന്ന സുഡാപ്പികളുടെ ഒരു വലിയ ആഗ്രഹമാണ്. അതിനൊക്കെ അവന് തിരിച്ചു കൊടുക്കാനുള്ള ഗട്സും കഴിവും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഈ മേഖലയിലേക്ക് വന്നത്. ജീവൻ പോയാലും വേണ്ടില്ല നമ്മുടെ ആശയങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള എല്ലാ ഇടപെടുക തന്നെ ചെയ്യുമെന്നത് ജീവൻ അവഗണിച്ചും, ജീവനല്ല ബലം, നമ്മുടെ രാജ്യമാണ്, രാഷ്ട്രമാണ്. കാരണം ഞാനില്ലെങ്കിലും എന്റെ വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾ നമ്മൾക്കൊക്കെ ഇവിടെ ശാന്തിയോടെ, സമാധാനത്തോടെ, അഭിമാനത്തോടെ, സംസ്കാരത്തോടെ, നമ്മുടെ ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പച്ചയായ സത്യങ്ങൾ പച്ചയ്ക്ക് തന്നെ വിളിച്ച് പറയേണ്ടതുണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്തെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തളർച്ച അനുഭവപ്പെട്ടാലോ നമ്മൾക്കത് തുറന്നു പറയാൻ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും മാന്യ പ്രേക്ഷകർ തന്നെയാണ്. 5,17,000 ചില്ലാണ്, 18,000 ചെറിയ കുറവേ ഉള്ളൂ. അതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിയുന്ന ആളുകൾക്ക് ഇതിന്റെ തീക്ഷ്ണത ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആശുപത്രി പ്രശ്നങ്ങളും മറ്റുള്ള കുറച്ച് പ്രശ്നങ്ങളും, അതുപോലെ നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു സംഘ സഹോദരനെ SDPI പോപ്പുലർ ഫണ്ട് ഇസ്ലാമിക ഭീകരന്മാർ കള്ളക്കേസിൽ കുരുക്കിയതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് നടത്താറുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ആളുകളാണ് നമ്മളിൽ ഒരു ആശ്രയം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ, ചാനലിന്റെ വാട്സപ്പ് നമ്പർ ഇതിന്റെ അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇതിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് അവർക്കൊരു ആശ്വാസമേകാനോ നമ്മൾക്കൊരു തളർച്ച വന്നാൽ നമ്മൾക്കൊരു കൈത്താങ്ങാവാനോ ആരുമില്ല എന്നിരിക്കെ അതിനു വേണ്ടി ചിലപ്പോൾ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതിനുവേണ്ടി ഞാൻ എന്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ നമ്മുടെ UPI ട്രാൻസാക്ഷന് വേണ്ടിയുള്ള Google Pay നമ്പർ എല്ലാം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അതിലൊരു രഹസ്യ സ്വഭാവവും നമ്മൾ കീപ്പ് ചെയ്യാറില്ല. കാരണം ഇതിലൊരു രഹസ്യത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരു തളർച്ചയും വന്നു കഴിഞ്ഞാൽ അത് പറയേണ്ടത് എന്റെ ബന്ധുക്കളോടാണ്, എന്റെ സുഹൃത്തുക്കളോടാണ്. എന്റെ ബന്ധുക്കളും എന്റെ സുഹൃത്തുക്കളും ഈ ചാനൽ തുടങ്ങി ഈ മേഖലയിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം അത് എന്റെ മാന്യ പ്രേക്ഷകർ തന്നെയാണ്, എന്റെ സഹോദരങ്ങളായിട്ടുള്ള സംഘ സഹോദരങ്ങൾ തന്നെയാണ്. അവരോട് എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറയുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം.
അതുകൊണ്ട് എന്തിനാണ് ചങ്ങാതി, നിനക്ക് റെസ്റ്റ് എടുത്തൂടെ, നീ പരിപാടിയൊക്കെ നിർത്തി പോയിക്കൂടെ, നീ എന്തിനാണ് ഇങ്ങനെ തിന്നാൻ നിൽക്കുന്നത് ഞങ്ങളെ മുസ്ലിങ്ങളെ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇവിടെ വരുമായിരിക്കാം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ഞങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളിലേക്ക് നീയൊക്കെ നിന്റെയൊക്കെ ആ അധീശത്വം വരുന്നത് കൊണ്ട് നിന്നെ കൂട്ടിയിണക്കി പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങോട്ട് വരാതിരുന്നാൽ ഞങ്ങൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും അവസ്ഥ, ജീവിക്കാനുള്ള അവകാശം തുല്യമാണ്. അത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം തീരെഴുതി കൊടുക്കുമ്പോൾ അത് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാനാവില്ല. ആ വിട്ടുവീഴ്ച ചെയ്യാത്ത മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് പച്ചയ്ക്ക് നമ്മൾ ഇതേ ഭാഷയിൽ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറിൽ പോലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള വിവരം എനിക്ക് തോന്നുന്നത് ഏകദേശം 20-നടുത്തുള്ള കേസുകൾ, വ്യത്യസ്ത കള്ള കേസുകൾ എടുത്തുകൊണ്ട് നമ്മളെയൊക്കെ ഈ മേഖലയിൽ നിന്ന് തുരത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന കേസുകളെല്ലാം കൃത്യമായിട്ട് നിയമപരമായിട്ട് തന്നെ നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ട് കോടതികളിലൂടെ നമ്മുടെ ആ വിശ്വാസമുണ്ടല്ലോ, കോടതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പല കേസുകളും നമ്മൾ ജഡ്ജ്മെന്റ് വാങ്ങി വെറുതെ വിട്ടുകൊണ്ടുള്ള ജഡ്ജ്മെന്റുകൾ സ്വരൂപിച്ചുകൊണ്ട് തന്നെ ശക്തമായും നിലയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതിന് വരുന്ന ഏതൊരവസ്ഥയും വന്നു കഴിഞ്ഞാലും അത് ഒരിക്കലും വിട്ടുമാറാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു ജിഹാദിയും ഒരു സുഡാപ്പിയും ഒരു മദ്രസ പൊട്ടനും ആഗ്രഹിച്ചാലും നടക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ഈ മേഖലയിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് ഒരേ ഒരു രക്ഷയേ ഉള്ളൂ, കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്തരത്തിൽ തന്നെ നമ്മൾക്ക് പറയാനുള്ളൂ. എന്റെ കഴുത്തിൽ, എന്റെ തൊണ്ടക്കുഴിയിൽ ജീവനുള്ളിടത്തോളം കാലം, അവസാന ശ്വാസം പോകുന്നിടത്തോളം കാലം ഇവിടെ നടക്കുന്ന ഈ ശുദ്ധ വൃത്തികേടുകൾക്കെതിരെ, ഈ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ, ഹിന്ദുത്വത്തിന് മേലെ അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മേലെ വ്യത്യസ്ത രീതിയിലുള്ള ആക്രമണങ്ങൾ കണ്ടല്ലോ. നമ്മൾ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞ് പ്രസ്താവന കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആൾ വന്നല്ലോ. എന്താണത്? ഹിന്ദുത്വം, സനാതന ധർമ്മം എന്ന് പറയുന്ന ഹിന്ദുവിനെ ഉദ്ദേശിക്കുന്നുണ്ട്. സനാതന ധർമ്മം എന്ന് പറയുന്നത് അശ്ലീലമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടത്തെ MV ഗോവിന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നത്. അതായത് ഇവിടത്തെ ഹിന്ദുക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് അശ്ലീലമെന്ന് അവനെയൊക്കെ വോട്ട് കുത്തി വിജയിപ്പിച്ച ഹിന്ദുവിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ അവന്റെയൊക്കെ ഒരു കോൺഫിഡൻസ് ആലോചിക്കേണ്ടേ. ശിവഗിരി സമ്മേളനത്തിൽ 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ആ വേദിയിൽ എല്ലാ ഈഴവന്മാരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് ഈഴവന്മാരുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലും മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയനും പറഞ്ഞു സനാതന ധർമ്മത്തെ കുറിച്ച്, പിന്നെ ക്ഷേത്രങ്ങളിൽ ധരിക്കാൻ പാടില്ല ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറയാൻ താൻ ആരാടോ എന്ന് കൃത്യമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ പറയേണ്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഹിന്ദുവിന്റെ മുഖത്തോട്ട് നോക്കി മാത്രം ഇത്തരത്തിൽ കുരയ്ക്കുന്ന, ഹിന്ദുവിന്റെ വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ ഹിജടകൾ, രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാർ, ഹിന്ദു വിരുദ്ധർ, അവരെ തിരിച്ചറിയാൻ വേണ്ടി എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന 4 ഭാഷ, 4 അക്ഷരങ്ങൾ, നമ്മളാൽ കഴിയുന്ന 4 പ്രതികരണം പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് മറിച്ച് ചിന്തിക്കാനായി കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവൻ പോയാലും വേണ്ടില്ല, നമ്മളെയൊക്കെ ഏത് രീതിയിൽ കള്ളക്കേസിൽ കുരുക്കി ജയിലിൽ അടച്ചാലും വേണ്ടില്ല, ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാൻ നോക്കിയാലും വേണ്ടില്ല, നമ്മുടെ കൊന്നാൽ പോലും നമ്മൾക്ക് എനിക്കൊന്നും വിഷയമില്ല എന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തളർച്ച വരുമ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, അത് ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യ കമന്റ് നമ്മുടെ ചാനലിനെ അതല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അതിനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ ആദ്യ കമന്റിൽ കൊടുക്കുന്നുണ്ട്. അത് എന്റെ ബന്ധുക്കളോട്, എന്റെ സുഹൃത്തുക്കളോട് എന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾക്ക് തളർച്ച വരുമ്പോൾ ചെറിയൊരു കൈത്താങ്ങിന് വേണ്ടി നിങ്ങളെ സമീപിക്കുക എന്നുള്ളത് എന്റെ ധർമ്മത്തിന് നിരക്കുന്നത് തന്നെയാണ്. ആ ധർമ്മത്തിന്റെ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇനി മറ്റൊന്നുണ്ട്, നമുക്ക് ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സമയത്ത് എത്രയോ ഹൈന്ദവരാണ് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഹൈന്ദവർ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും നമുക്കറിയാലോ. അവരെ ഒന്ന് സഹായിക്കാൻ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളൊക്കെ നിസ്സഹായതയോടെ തന്നെ ആ വേദനയൂറുന്ന ജനങ്ങളുടെ മുൻപിലൂടെ നമ്മളും നമ്മുടെ കുട്ടികളും കുടുംബവും ഒക്കെ സന്തോഷത്തോടെ സഞ്ചരിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മളൊന്ന് ഓർത്തിട്ടുണ്ടായിരിക്കാം എങ്ങനെയാണ് നമ്മൾക്ക് ഇവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത്. നോക്കൂ, അതിനുള്ളൊരു മാർഗം കൂടിയാണ് ഇപ്പോ എന്റെ അവസ്ഥയല്ല, മറ്റുള്ള ഏതൊരാളുടെ അവസ്ഥയാണെങ്കിൽ പോലും അവരെ ഓരോ ഹിന്ദുവിനെയും സഹായിക്കാൻ ഉള്ള അവസരമായിട്ട് തന്നെയാണ്. അത് ഹിന്ദു എന്നുള്ളത് കൂട്ടേണ്ട, ഹിന്ദു ആയാലും ക്രൈസ്തവ സഹോദരന്മാരായാലും ഇനി ഇതുപോലെ തീവ്രവാദം പഠിക്കാത്ത അങ്ങനത്തെ വിഭാഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും എക്സ് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗമൊക്കെ ഇന്ന് വർദ്ധിച്ചു വരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അത്തരത്തിൽ ആര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ അവർക്ക് കഷ്ടത അകറ്റാൻ വേണ്ടി
നമ്മൾ കൃത്യമായിട്ടും വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന് രൂപം കൊടുത്തിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ആഴ്ച നടന്നു. അതിന്റെ പാൻ കാർഡ് കിട്ടാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. പാൻ കാർഡ് കിട്ടിയതിന് ശേഷം അതിന്റെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് ജാമിദ ടീച്ചറും ഞാനും തന്നെ വ്യക്തമായിട്ട് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് ആ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് നമ്മൾ വെക്കുന്നത് 1,00,000 പേരെങ്കിലും അതിൽ മെമ്പർ അംഗങ്ങളാക്കുക എന്നതാണ്. ആദ്യത്തെ 1,00,000 പേരെ നമ്മൾ അംഗങ്ങളാക്കുക. ആ 1,00,000 പേർക്ക് ഒരു മാസത്തിൽ 100 രൂപ വരിസംഖ്യ എന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊരു ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നത്. അതിലൂടെ നമ്മുടെ നാട്ടിലുള്ള നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കഷ്ടത അനുഭവിക്കുന്ന ഏതൊരാളുടെ വിവരങ്ങൾ നമ്മുടെ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ചതിന് ശേഷം അവർ അതിന് അർഹരെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ആളുകളുടെ സഹകരണത്തോടെ തന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്താൻ, സഹായം നടത്താൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മുടെ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രധാന ചെയർപേഴ്സൺ ആയിക്കൊണ്ട് തന്നെ ജാമിദ ടീച്ചറുടെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ അത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ലക്ഷ്യം, ചെറിയൊരു ലക്ഷ്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളും കുറെ ആക്ഷേപങ്ങളും കുറെ വ്യക്തികളുടെ കമന്റുകളും വാട്സപ്പിലൂടെയുള്ള മെസ്സേജുകളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങളോട് എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്നുണ്ട് തോന്നി. കാരണം പലരും പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്. മാത്രമല്ല, എന്തിനാണ് നിങ്ങൾ ഇവരെ വെറുതെ കുറ്റം പറയുന്നത്? നോക്കൂ, ഈ സത്യം, നമ്മുടെ ധർമ്മം പറയുമ്പോൾ അത് കുറ്റപ്പെടുത്തലുകളായ ആക്ഷേപിക്കലായിട്ടോ ആരും കണക്ക് കൂട്ടേണ്ട. അവർ മര്യാദക്കാരായിരുന്നെങ്കിൽ അവർ നമ്മുടെ ഹൈന്ദവർ എന്ന് പറയുന്ന സമുദായമായിക്കോട്ടെ, ക്രൈസ്തവർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരരായിക്കോട്ടെ, അവർക്കെതിരെ തിരിയാതെ എല്ലാം ഞമ്മന്റേതാണ്, ഞമ്മൾ നിങ്ങളെ എന്തും ചെയ്യുമെന്ന് പറയുന്ന ധാർഷ്ട്യം കാണിക്കുമ്പോൾ, ധിക്കാരം കാണിക്കുമ്പോൾ അതിന് ചുട്ട മറുപടിയായി നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട്. അല്ലാതെ വാലും ചുരുട്ടി ആസനത്തിലേക്ക് തിരികിക്കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ഒരു കവിളത്ത് കിട്ടിയാൽ മറു കവിളും കാട്ടിക്കൊടുത്ത് അടികട അടികട എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിലൂടെ ഏമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഇനി ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയെയും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് അവരെ ശക്തരാക്കാൻ, അവരെ പ്രബുദ്ധരാക്കാൻ, അവരെ ധൈര്യശാലികളാക്കാൻ ഞങ്ങളുണ്ട്. നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നത് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെ ആളുകളിലേക്ക് ശക്തി പകരാൻ നമ്മുടെ ഒരു വാക്ക്, ഒരു വീഡിയോ, എന്തെങ്കിലും ഒരു പ്രവൃത്തി സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളൊക്കെ ഇത്ര നിസ്വാർത്ഥമായി തന്നെ പ്രവർത്തിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇത് തന്നെയാണ്. ഒട്ടേറെ കേസുകൾ, 1, 2, 3, 4, 5, 10 അല്ല മക്കളെ കേസുള്ളത്. 11 കേസുകൾ ഇപ്പം നിലവിൽ ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 20-ലധികം കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ പല കേസും നമ്മൾ ജഡ്ജ്മെന്റ് വാങ്ങിക്കൊണ്ട് വിഡ്രോവൽ വാങ്ങി. ഇനി 11-ലധികം കേസുകളുണ്ട്. ഇനിയും ഓരോ ദിവസവും രജിസ്റ്റേർഡ് ആവുന്നു പുതിയ കേസുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം രജിസ്റ്റർ ആയ 3 കേസുകളെ പറ്റി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിന്റെ തീക്ഷ്ണത എത്രത്തോളമാണ്. ഇവിടുത്തെ സർക്കാർ ഭരണകൂട സംവിധാനങ്ങൾ ഈ പോലീസ് സിസ്റ്റത്തേക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെയൊക്കെ വേട്ടയാടുന്നതെന്നും. അതിൽ ഒരു കേസ് എന്തെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വയനാട് ദുരന്തം നടന്ന സമയത്ത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ. അന്ന് നമ്മൾ പറഞ്ഞു 2018-ലും മറ്റുമൊക്കെ നടന്ന ഒരുപാട് പ്രളയമായിക്കോട്ടെ, ഈ പറയുന്ന കോവിഡ് ആ സമയമായിക്കോട്ടെ, അന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുക്കി കൊടുത്ത മലയാളിയെ 1 രൂപ പോലും കൊടുത്ത് സഹായിക്കാത്ത ഈ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ 1 രൂപ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം പാവപ്പെട്ട ജനങ്ങളിൽ എത്തുമെന്നത് സംശയമുണ്ട്. കഴിഞ്ഞ കാല കാര്യങ്ങൾ കൃത്യമായിട്ടും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അത് പ്രതികരിച്ച സമയത്ത് അതിനെതിരെ കേസ്. ഇനിയോ നമ്മൾക്കറിയാം, കണ്ണൂരിൽ കൊല്ലപ്പെട്ട എന്ന രീതിയിൽ തന്നെ പറയേണ്ട ADM ആയിട്ടുള്ള നവീൻ ബാബു, സബ് കളക്ടർ ആയിരുന്ന ആ വ്യക്തിയെ കൊന്ന എന്ന് തന്നെ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ അതിന് പിന്നിൽ PP ദിവ്യ എന്ന് പറയുന്ന ഒരു സഖാത്തിയുടെ പ്രവർത്തികളൊക്കെ നമ്മൾ കണ്ടല്ലോ. അവർക്കെതിരെ പ്രതികരിച്ചതിനെതിരെ ഒരു കേസ്. PP ദിവ്യയൊക്കെ വാഴ്ത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്. അവർ ചെയ്ത ശുദ്ധവൃത്തികേടുകളോ ഒരു പാവപ്പെട്ട സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒരു കൊലക്കയറിലേക്ക് തള്ളിവിട്ടതിനെയോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. പറഞ്ഞാൽ അപ്പോ കേസ്. അങ്ങനെ ഇനിയിപ്പോ ഏറ്റവും അവസാനം നോക്കൂ, കഴിഞ്ഞ ഡിസംബർ 3-ന് മലപ്പുറം ജില്ലയിലൊക്കെ നടന്ന, എല്ലാ ജില്ലകളിലും നടന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം എന്ന് പറയുന്ന ഒരു പരിപാടി നിങ്ങൾ കേട്ടിരുന്നില്ലേ? അന്ന് മലപ്പുറത്ത് കലക്ടറേറ്റ് മുൻപിൽ നടന്ന ഹിന്ദു ഐക്യവേദിയുടെ പ്രോഗ്രാം നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ടായിരുന്നു. അതിനെതിരെ കേസ്. ഇത്തരത്തിൽ ഹിന്ദു എന്ത് ചെയ്താലും അത് ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല. ഹിന്ദുവിന് വേണ്ടി ആരും ശബ്ദിക്കാൻ പാടില്ല. ഹിന്ദുവിന് വേണ്ടി ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ചെയ്തു
കഴിഞ്ഞാൽ അവരെ ഈ രീതിയിൽ തേജോവധം ചെയ്തുകൊണ്ടും കേസുകൾ എടുത്തുകൊണ്ട് കുരുക്കിക്കൊണ്ടും ഈ പറയുന്ന ഏതൊക്കെ രീതിയിൽ വരിഞ്ഞു മുറുക്കാൻ പറ്റുമോ ആ രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ശുദ്ധമായിട്ടുള്ള ശത്രുപക്ഷം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടാൻ നിങ്ങളുടെ പിന്തുണ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അതിനെ സംശയത്തിന്റെ കണ്ണോടുകൂടിയും പുച്ഛത്തോടെയും ഒക്കെ നോക്കുന്ന പ്രേക്ഷകരോട് ഇത്രയെങ്കിലും പറയേണ്ടതുണ്ട്. നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നമുക്ക് വേദനയോ വിഷമമോ ഒന്നുമില്ല. നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, നമ്മൾക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല, ഇവിടേക്ക് പോകാൻ പറ്റില്ല. അത്തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം കേസുകളുടെ കൂമ്പാരം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ വലയിലാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭരണകൂടം. അതിന് എത്രത്തോളം നമ്മളെ ചൂഷണം ചെയ്യാമോ, എത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിക്കാമോ അതൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം, അങ്ങനെയൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ പോകുന്നത്. അത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ ഒന്ന് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നാൽ പോരെ, പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ മിണ്ടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത്. പടപൊരുതിക്കൊണ്ട് തന്നെയാണ് ഓരോ ഹിന്ദുവും ജീവിച്ചു മുന്നേറുന്നത്. ആ പടയോട്ടത്തിൽ, ആ പടപൊരുതുന്ന കൂട്ടത്തിൽ ജീവൻ അറ്റുപോയി കഴിഞ്ഞാലും അതിൽ അഭിമാനം എന്ന് തന്നെ ധരിക്കുന്ന കൂട്ടത്തിലുള്ള രക്തമാണ് എൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ പഠിച്ചിട്ടുള്ള, എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ കണ്ണീര് കണ്ടാൽ പാവപ്പെട്ടവനെ വിട്ടിട്ട് പോവാൻ എന്നെ ഒരിക്കലും എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ രക്തം അതാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ഞാൻ അരച്ച് കലക്കി കുടിച്ചിട്ടില്ല. അതിൽ നിന്ന് ഞാൻ ആകെ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു ഒറ്റ ആശയം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നെ ആശ്രയിക്കുന്ന, അതല്ലെങ്കിൽ എന്നെ കാണുന്ന, എന്നെ കൊണ്ട് കഴിയുന്ന ഏതൊരു രീതിയിലുള്ള സഹായവും എൻ്റെ സഹോദരർക്ക് നൽകുക, എൻ്റെ ജീവനേക്കാൾ വലുത് അങ്ങനെ കാണുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പലതും കാണുമ്പോൾ കണ്ണീരോടെ അല്ലാതെ നോക്കി നിൽക്കേണ്ടി വരുമ്പോൾ അതിന് പരിഹാരമാവാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ആ വരുന്ന വേദനയുണ്ടല്ലോ, അത് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ചുറ്റുവട്ടത്തുകൂടെ കണ്ണോടിക്കേണ്ടതുണ്ട്. നമ്മൾ സുഖസുന്ദരമായി AC സുഖത്തിൽ ഇരുന്നു കൊണ്ട് കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ മറ്റു ഒരു സഹോദരൻ നമ്മളെ നോക്കിക്കൊണ്ട് വേദനയോടെ കണ്ണീരോടെ നിറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചു പോകുന്ന കൂട്ടമായി മാറി ഇനി ഹിന്ദു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല എന്ന ആ തോന്നൽ ഉള്ളിടത്ത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ പടപുരുതി പോകുന്നത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, എനിക്കൊരു തളർച്ച വരുമ്പോൾ നിങ്ങളോട് കൈനീട്ടും ഞാൻ. അത് യാചിക്കാൻ വേണ്ടിയിട്ടില്ല, അതെന്റെ അവകാശമായിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത്. കാരണം നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും തന്നെയാണ് നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മൾ ആവശ്യപ്പെടുക. അതിനെ യാചിക്കലല്ലോ, ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഏത് രീതിയിലും അതിനെ ഇസ്ലാമിക ജിഹാദികൾ ഇടുന്ന പോലെ കമന്റ് ഇട്ടുകൊണ്ട് പ്രതികരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ചിന്തിക്കുക. നാളെ നിങ്ങൾക്ക് കൂടി വേണ്ടി, നിന്റെയൊക്കെ സഹോദരങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ ഓരോ ഹൈന്ദവന്റെയും ഓരോ ക്രൈസ്തവന്റെയും ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും ഇപ്പോൾ എന്നെ എൻ്റെ കഴിഞ്ഞിട്ടുള്ള തലമുറകൾക്കും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിച്ചു പോകാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി പടപൊരുതുന്ന എന്നെ പോലെയുള്ള, അല്ലെങ്കിൽ ഒട്ടേറെ ആളുകളെ പോലെയുള്ള അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്കൊരു തളർച്ച വരുമ്പോൾ സഹായിക്കാനും മാത്രം നിങ്ങൾ മനസ്സ് കൈവരിക്കണം. ഇത് നിർത്തിക്കണ്ട് വേറെ പരിപാടിക്ക് പോകാൻ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മളും പോയി കഴിഞ്ഞാൽ പിന്നെ ആര്, പിന്നെ എന്ത് രക്ഷ എന്നുള്ള ആ വലിയ ചോദ്യം കണ്ണീരോടെ നമ്മളെ ആശയോടെ നോക്കുന്ന വലിയൊരു സമൂഹം, ആ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ധൈര്യം നൽകാൻ നമ്മൾക്കൊക്കെ കഴിയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു നീതി നൽകാൻ നമ്മളെ കൊണ്ടൊക്കെ കഴിയുകയാണെങ്കിൽ, അതിൽ പങ്കാളിയാവാൻ ഓരോരുത്തർക്കും കഴിയുകയാണെങ്കിൽ അതിൽ പരം ഒരു പുണ്യം വേറെ ഉണ്ട് എന്ന ചോദ്യം പ്രേക്ഷകരിലേക്ക് ഇടുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കേണ്ടവർക്ക് ഈ വീഡിയോയുടെ ആദ്യ കമന്റ് കാണാം. അതുപോലെ ഈ വീഡിയോയുടെ ആദ്യ തുടക്കത്തിൽ ഞാൻ ഇതുപോലെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ളവർ സഹായിക്കുക. ഈ പറയുന്ന ആരെയും സഹായിക്കാൻ മനസ്സില്ലാത്ത, ആരുടെയും സഹായം ഞാൻ സ്വീകരിക്കില്ലെന്നും ധാർഷ്ട്യവും ധിക്കാരവും കാണിച്ചു നടക്കുന്ന ആളുകൾ ദയവായിട്ട് പിന്തിരിഞ്ഞു പോകുക. നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇതാ ഒരു വിത്തിൻ 1 month പോലും വേണ്ട, 1 മാസം പോലും വേണ്ട, നമ്മൾക്ക് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് പൂർണ്ണമായിട്ടും അതിന്റെ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് ജാമിദ ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടീച്ചറുടെ നേതൃത്വത്തോടെ വരികയാണ്. അതിൽ 1 ലക്ഷം ആളുകളെ അംഗമാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾക്കുള്ളത്. ആദ്യത്തെ 1 ലക്ഷം എന്നുള്ളത്, ആ ലക്ഷ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകരും സഹകരിക്കുക, അകമഴിഞ്ഞ് സഹകരിക്കുക. അത് വലിയൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തുള്ള
നമ്മുടെ സഹോദരങ്ങൾ കണ്ണീരോടെ ജീവിക്കാൻ ഇടവരാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ഉതകുന്ന ആ രീതിയിലേക്ക് മാറുന്ന വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മാന്യ പ്രേക്ഷകരെ, സഹോദരങ്ങളെ എല്ലാവരെയും അംഗങ്ങളായി അപേക്ഷിക്കുകയാണ്, ക്ഷണിക്കുകയാണെന്ന് മാത്രം കൂട്ടിച്ചേർക്കട്ടെ. വീണ്ടും പറയുന്നു, എനിക്കൊരു തളർച്ച വന്നാൽ നിങ്ങളെ അല്ലാതെ ആശ്രയിക്കാൻ വേറെ ആരുമില്ല എന്ന് തുറന്നു പറയുക തന്നെയാണ്. മാക്സിമം ആളുകൾക്ക് സഹായിക്കാം. അതിനുള്ള ആദ്യ കമന്റ് നിങ്ങൾക്ക് നോക്കാം, പിൻ ചെയ്ത് വെക്കും ഈ ലൈവ് വീഡിയോ കഴിഞ്ഞാൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്ര പറയേണ്ടി വന്നതിൽ ക്ഷമിക്കുക. നമ്മുടെ പായ്യാരങ്ങളോ നമ്മുടെ വിഷമങ്ങളോ നമ്മുടെ വേദനകളൊന്നും നമ്മൾ ആരും നിങ്ങളോടൊന്നും പങ്കുവെക്കാറില്ല. ഒരു പരിധി വരെ സ്വയം അനുഭവിച്ചുകൊണ്ടും സ്വയം അത് പരിഹാരം കണ്ടെത്തിക്കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ആരുടെയെങ്കിലും താങ്ങ് വേണ്ടി വരും എന്നുള്ള ചിന്ത വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മുൻപിലേക്കൊക്കെ നമ്മൾ ഇത്തരത്തിൽ വരാറുള്ളത്. അതിന് പരിഹാസത്തോട് കണ്ടു കഴിഞ്ഞാൽ ഒരു നാൾ നിനക്കും തിരിച്ച് കാലം അതിന് മറുപടി തരുമെന്ന് മാത്രമേ പറയേണ്ടുള്ളൂ. ധർമ്മത്തിന്റെ പ്രത്യേകത അതാണ് എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.